ഇന്ന് ലൈവിൽ നടന്ന എന്നാൽ അവിടെ അധികം ആഘോഷിക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ ലൈവിൽ നമുക്കെന്ന് വെച്ചാൽ കുറച്ചധികം സൂം ഔട്ട് ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻ ഒന്നും നമുക്ക് അധികം കിട്ടൂല. പക്ഷെ എപ്പിസോഡിൽ വളരെ അധികം അടിപൊളിയായ ഒരു റൊമാൻറ്റിക് ആയിട്ട് കാണിച്ച ഒരു സീൻ ഇപ്പൊ പ്രൊമോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് എപ്പിസോഡിന്റെ പ്രൊമോ ആയിട്ട് അനീഷിന്റെ ആ ഒരു ചിരി, എന്റെ പൊന്ന് സാറേ, അദ്ദേഹത്തിന്റെ ചിരി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു കൊച്ചു കുട്ടിയുടെ കണക്ക് അല്ലെങ്കിൽ ഒരു നല്ല റൊമാൻറ്റിക് ഹീറോയെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഷാനവാസിന്റെ ആ ഒരു ഡയലോഗ്, അതായത് നിന്റെ ഉള്ളിൽ പ്രണയമൊക്കെ വന്നപ്പോഴത്തേക്ക് നീ കുറച്ചുകൂടി ചെറുപ്പമായടാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് കറക്റ്റ്, അത് നന്നായിട്ട് തന്നെ ആ ഒരു പ്രൊമോയിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾ തല്ലത്തില്ലെങ്കിൽ പറയട്ടെ, പറയുന്നതിന് മുന്നേ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വേറൊന്നുമല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് ഏതൊരു ബിഗ് ബോസ് സീസൺ ആകുമ്പോൾ ഇവിടെ ലവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അത്തരത്തിൽ വന്ന സമയത്തോട്ടെ എനിക്കൊരു കാര്യത്തിൽ ഒരു കോംബോ ഫീൽ തോന്നിയിട്ടുള്ളത് അനീഷും അനുമോളും തമ്മിലാണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വന്നുടനെ ആദ്യം വന്നത് അനീഷ്, രണ്ടാമത് വന്നത് അനുമോള്. അപ്പൊ ഇവർ രണ്ടുപേരും വന്നുടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ ചൊറിച്ചിലും വഴക്കും അടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര അടി കൂടിയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്ര അടി കൊണ്ട് എത്രയൊക്കെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്താലും ഈവൻ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ നിന്നാലും അനുമോള് കറക്റ്റ് ആയിട്ടൊരു കാര്യം വരുമ്പം അനീഷിനെ എതിർത്ത് സംസാരിക്കും. എസ്പെഷ്യലി ആ ഒരു ബോട്ടിൽ ഫാക്ടറി, മറ്റേ നാരങ്ങ ജ്യൂസ്, അതിൻ്റെയൊക്കെ സമയത്ത് അനീഷിനെ എടുത്തിട്ട് നല്ല കസറിയിട്ടുണ്ട് അനുമോള്. അതേപോലെ തിരിച്ച് അനുമോളെടുത്ത് അനീഷും നന്നായിട്ട് ഫൈറ്റിന് പോകാറുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിലിപ്പം അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അതായത് വേറൊരു ആൾക്കാരുമായിട്ട് അനുമോള് ഫൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ, പക്ഷെ അനീഷ് വന്നിട്ട് അനുമോളെ കെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അനീഷിനോട് ഒരു കാര്യവുമില്ലാതെ ആരെങ്കിലും വേറെ എവിടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അനുമോൾ ഉടനെ പറയും, ആ പാവ മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ, ഒന്നുമില്ലെങ്കിൽ പ്രായത്തിനെങ്കിലും നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അനീഷിനെ, അത് അനുമോളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും അനീഷിനെ കെയർ ചെയ്യുന്ന ഒരു അനുമോളുടെ ഒരു ഫേസ് ഉണ്ട്. അനുമോള് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാര്യത്തിൽ ഈ പറയുന്ന കാര്യം കാണിക്കാറുണ്ട്. പക്ഷെ എങ്കിലും അനീഷിനോട് പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തോ ഒരു ബ്രദർ സിസ്റ്റർ പോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോംബോ തുടക്കം തൊട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പ്രവീൺ വന്ന സമയത്ത് കംപ്ലീറ്റ്ലി പ്രവീൺ അനുമോളുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് വെച്ചാൽ പുറത്തുനിന്ന് അനുമോളെ കുറിച്ചുള്ള ഒരു നല്ല ഇമേജ് കണ്ടിട്ടാണ് പ്രവീൺ അകത്ത് വരുന്നത്.